എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജോബിൻ ജേക്കബ്, ഒലിവ് ആയുർവേദ ഹോസ്പിറ്റൽ, പാലാരിവട്ടം. ഞാനിന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മൈഗ്രെയിൻ എന്ന വിഷയത്തെ പറ്റിയാണ്. മൈഗ്രെയിൻ നമുക്കെല്ലാവർക്കും അറിയാം, തലവേദനയാണ് അതിൻ്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത്. വൺ സൈഡ് തലവേദന വരാം, ഫ്രണ്ടിൽ തലവേദന വരാം, ബാക്കിൽ തലവേദന വരാം. ഇതിന് പല റീസൺസും ഉണ്ടാകാം. നമുക്കറിയത്തില്ല എന്താണ് റീസൺ എന്ന്. പക്ഷേ നമുക്കൊരു കാര്യം അറിയാം, മൈഗ്രെയിൻ അല്ലെങ്കിൽ തലവേദനയുള്ള ഒരാളുടെയും അസുഖം സാധാരണഗതിയിൽ മാറുന്ന കണ്ടിട്ടില്ല. ഇവരെല്ലാവരും നിത്യം പെയിൻ കില്ലറും വേദന സംഹാരി മരുന്നുകൾ കഴിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു ശീലമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ നമ്മൾ നോക്കേണ്ടത് മൈഗ്രെയിൻ അല്ലെങ്കിൽ എന്താണ് തലവേദന എന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ കാര്യം വളരെ എളുപ്പമാണ്. അപ്പം എന്താണ് തലവേദന എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു രോഗമല്ല. ഒരു രോഗമാണെങ്കിൽ മാത്രമേ നമുക്കതിനെ ചികിത്സിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. തലവേദന എന്ന് പറയുന്നത് ഏതോ ഒരു രോഗത്തിൻ്റെ ലക്ഷണമാണ് തലവേദന എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് പനി എന്ന് പറയുന്നത്. പനി, തലവേദന ഇത് രണ്ടും ഒരു രോഗമല്ല, ഏതോ രോഗത്തിൻ്റെ ലക്ഷണമാണ്. ഇപ്പോൾ ഉദാഹരണം തന്നെ നമുക്ക് എടുക്കുകയാണെങ്കിൽ പനി, യൂറിൻ ഇൻഫെക്ഷൻ വന്നാൽ പനി വരും, വൈറസിൻ്റെ അറ്റാക്ക്, ബാക്ടീരിയ അറ്റാക്ക് വന്നാൽ പനി വരും, ഫുഡ് ഇൻഫെക്ഷൻ വന്നാൽ പനി വരും, മുറിവ് സെപ്റ്റിക് ആയാൽ പനി വരും. ഇങ്ങനെ പല റീസൺ കൊണ്ട് നമുക്ക് പനി വരാം. അപ്പോൾ പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കണം, എൻ്റെ ശരീരത്തിൽ എവിടെയോ ഒരു പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലം നമ്മൾ ക്ലിയർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പനി മാറുന്നു. ഇതുപോലെ തന്നെയാണ് തലവേദന അല്ലെങ്കിൽ മൈഗ്രെയിൻ എന്ന് പറയുന്നത്. നമുക്ക് തലവേദന വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, എൻ്റെ കഴുത്തിന് മുകളിലേക്ക് എനിക്ക് എവിടെയോ ഒരു പ്രോബ്ലമുണ്ട്. ആ പ്രോബ്ലം കാരണമാണ് എനിക്ക് തലവേദന വരുന്നത്. അപ്പം തലവേദന എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിപ്പോയി പെയിൻ കില്ലർ കഴിക്കുകയല്ല അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. മറിച്ച് എനിക്ക് തലവേദന വരുമ്പോൾ എൻ്റെ കഴുത്തിന് മുകളിലേക്ക് എനിക്ക് എവിടെയാണ് പ്രോബ്ലം എന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഉദാഹരണത്തിന് നമുക്ക് തലവേദന വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? കണ്ണ് പരിശോധിക്കണം. നമ്മുടെ കണ്ണിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? പ്രോബ്ലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കണ്ണിൽ വേദനയോ പ്രശ്നങ്ങളോ വരില്ല, മറിച്ച് നമുക്ക് തലവേദനയായിട്ടേ വരുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഡോക്ടേഴ്സ്, നമ്മൾ തലവേദനയായിട്ട് ഡോക്ടറെ കാണാൻ പോകുമ്പം അവരാദ്യം തന്നെ കണ്ണ് പരിശോധിക്കാനായിട്ട് പറയുന്നത്. കണ്ണ് പരിശോധിച്ച് നമുക്ക് എന്തെങ്കിലും കണ്ണിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ തലവേദന മാറുന്നു. എന്നാൽ നമ്മുടെ നാട്ടിലെ ഒരു ശീലം എന്ന് പറയുന്നത്, നമ്മളൊരു ഡോക്ടറെ അപ്രോച്ച് ചെയ്താൽ അല്ലെങ്കിൽ ഒരു തലവേദനയുമായിട്ട് ഒരു ഡോക്ടറെ അടുത്ത് ചെന്നാൽ തീർച്ചയായിട്ടും ആ ഡോക്ടർ ആദ്യം കണ്ണ് പരിശോധിക്കാൻ പറയും. കണ്ണ് ക്ലിയർ ആണെങ്കിൽ അല്ലെങ്കിൽ കണ്ണിന് പ്രയാസമൊന്നുമില്ല എങ്കിൽ ഡോക്ടർ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നേരെ MRI അല്ലെങ്കിൽ CT എടുക്കാനായിട്ട് പറയും. തലയുടെ MRI CT എടുത്തുകൊണ്ട് വരും. അത് എടുത്തുകൊണ്ടുവരുമ്പോൾ അതിനകത്ത് എല്ലാം നോർമൽ സ്റ്റഡീസ് ആയിരിക്കും. അങ്ങനെ നോർമൽ സ്റ്റഡീസ് ആണെങ്കിൽ ഡോക്ടർ പറയും, നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല, നിങ്ങൾക്ക് മൈഗ്രെയിൻ ആണ്, അതുകൊണ്ട് നിങ്ങൾ ഇനി പെയിൻ കില്ലർ കഴിച്ചോളൂ എന്ന് പറഞ്ഞു വിടും. ഇതാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു നോർമൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ രോഗി മൈഗ്രെയിൻ ആണ്, ഇതിനി മാറില്ല എന്ന് പറഞ്ഞ് നിത്യം മരുന്ന് കഴിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. ഞാൻ എൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ എൻ്റെ പ്രാക്ടീസ് ലൈഫിൽ ഞാൻ ഒരുപാട് മൈഗ്രെയിൻ രോഗികളെ കണ്ടിട്ടുണ്ട്. ഇവരുടെ എല്ലാ ഹിസ്റ്ററി എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ഇവരെല്ലാം ഈ ചെക്കപ്പുകളെല്ലാം ചെയ്തതിന് ശേഷം അവർ പെയിൻ കില്ലർ കഴിച്ച് മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ്. എന്നാൽ വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എനിക്ക് തലവേദന ഉണ്ട് എങ്കിൽ എൻ്റെ കണ്ണ് പരിശോധിച്ചു, അതുകൊണ്ട് അവസാനിക്കുന്നില്ല. കണ്ണ് ക്ലിയർ ആണെങ്കിൽ നാം അടുത്ത പോയിന്റിലേക്ക് പോകണം. മൂക്ക് പരിശോധിക്കണം. മൂക്കിന് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ എന്ന് നോക്കണം. മൂക്കിന് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിലും നമുക്ക് തലവേദന വന്നേക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എക്സാമ്പിൾ, മൂക്കിൽ നാസൽ പോളിപ്പ്, അഡിനോയിഡിൻ്റെ ഹൈപ്പർട്രോഫി, അതേപോലെ നാസൽ സെപ്റ്റൽ ഡീവിയേഷൻ, ഇങ്ങനെ മൂക്കിൻ്റെ ഡിസ്റ്റർബൻസ്, ഇങ്ങനെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് തലവേദനയായിട്ട് വന്നേക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം അത് കറക്റ്റ് ചെയ്യണം. അത് കറക്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ തലവേദന മാറും. ഇനി കണ്ണ് പരിശോധിച്ചു, മൂക്ക് പരിശോധിച്ചു, ഇത് രണ്ടും നോർമലാണ്, അതുകൊണ്ട് അവസാനിച്ചില്ല. നമ്മുടെ ചെവി പരിശോധിക്കണം. ചെവിക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിലും നമുക്ക് തലവേദന വരാം. അപ്പം ചെവിയിൽ ഡിസ്റ്റർബൻസ് വരുന്നത്, ചെവിയിൽ മൂളക്കം, സൗണ്ട്, അടവ്, ഇങ്ങനെ ഓരോ ഊസിങ്, ഇങ്ങനെ പല റീസൺസ് ചെവിക്ക് വരാറുണ്ട്. ഇങ്ങനത്തെ പല പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇയർ ഇംബാലൻസിൻ്റെ പ്രശ്നം, ഇങ്ങനെ പല റീസൺ കൊണ്ടും ചെവി ഡിസ്റ്റർബ് ആകാം.
അപ്പം ഇങ്ങനെ ചെവിക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിലും തലവേദന വിട്ടുമാറില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചെവി കറക്റ്റ് ചെയ്യണം. ഇനി ചെവിക്കും പ്രോബ്ലം ഇല്ല എങ്കിൽ അതുകൊണ്ട് അവസാനിച്ചില്ല, നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പല്ല് പരിശോധിക്കണം. പല്ല് പരിശോധിച്ചിട്ടും പല്ലിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് തലവേദന വിട്ടുമാറില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പല്ല് ഡോക്ടറെ കാണിച്ച് നമ്മുടെ പല്ലിൻ്റെ കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. അത് കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ തലവേദന എന്ന് പറയുന്ന പ്രോബ്ലം വിട്ടുമാറും. ഇനി നമ്മുടെ ആദ്യം തലവേദന ആയിട്ട് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ കണ്ണ് പരിശോധിക്കണം, പിന്നെ മൂക്ക് പരിശോധിക്കണം, ചെവി പരിശോധിക്കണം, പല്ല് പരിശോധിക്കണം. ഇത്രയും ഭാഗം ക്ലിയർ ചെയ്തിട്ടും നമ്മുടെ തലവേദന മാറുന്നില്ല എങ്കിൽ അപ്പോഴാണ് ശരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? MRI അല്ലെങ്കിൽ CT ബ്രെയിൻ എടുക്കേണ്ടത്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലയ്ക്കുള്ളിൽ വല്ല ഗ്രോത്തോ ട്യൂമറോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതെടുക്കുന്നത്. അതെടുത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ വാസ്തവത്തിൽ ഈ നിലയിൽ എന്തെങ്കിലും പ്രോബ്ലം നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് തലവേദനയായിട്ട് വരുന്നത്. അപ്പോൾ ഈ പ്രോബ്ലംസ് 1 by 1 ആയിട്ട് ക്ലിയർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ തലവേദന മാറും. ഇനി ഒരു 5%, 95% ഈ കഴുത്തിന് മുകളിലേക്ക് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമ്പോഴാണ് തലവേദന വരുന്നത്. ഇനി ഒരു 5% ചാൻസ് ഉള്ളത് നമ്മുടെ സ്റ്റൊമക്കുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മുടെ സ്റ്റൊമക്കിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരുമ്പം നമുക്ക് തലവേദന വരാറുണ്ട്. അത് വളരെ ചുരുക്കം പേരിലാണ് അത് കാണുന്നത്. വളരെ സെൻസിറ്റീവായിട്ടുള്ള സ്റ്റൊമക്ക് പ്രോബ്ലം ഉള്ളവരുണ്ട്. അവർക്ക് എന്തെങ്കിലും അസിഡിറ്റി വരുമോ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ലേറ്റ് ആവുമോ, താമസിച്ചു പോവോ, ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലും തലവേദന വരുന്ന ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളവർ ഉണ്ടെങ്കിൽ അത് നമുക്ക് ആദ്യം സ്റ്റൊമക്കിൻ്റെ ആ പ്രോബ്ലം, ഹൈപ്പർ സെൻസിറ്റിവിറ്റി നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ആ പ്രോബ്ലം സോൾവ് ആവും. നേരെ മറിച്ച് ഒരു 90% പ്രോബ്ലം കണ്ടുവരുന്നത് കഴുത്തിന് മുകളിലേക്ക് പ്രോബ്ലം ഉള്ളവരിലാണ് കണ്ടുവരുന്നത്. എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിരിക്കുന്നത് ഒരു 90% ആളുകളും അവരുടെ മൂക്കിനോ ചെവിക്കോ കണ്ണിനോ ഡിസ്റ്റർബൻസ് ഉള്ളവരാണ് ഞാനിത് കണ്ടിരിക്കുന്നത്. ഇനി വേറൊരു തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തിയുടെ മൂക്കിന് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അലർജി, സ്നീസിങ്, സൈനസൈറ്റിസ് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് മൂക്കിന് ഡിസ്റ്റർബൻസ് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പോൾ ഈ മൂക്കിന് ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ണ്, ചെവി, മൂക്ക് ഇത് മൂന്നും ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ ഒറ്റ കൺട്രോളിൻ്റെ 3 ഔട്ട്പുട്ടാണ് കണ്ണ്, ചെവി, മൂക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ഡിസ്റ്റർബ് ആയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ വ്യക്തിയുടെ കണ്ണ് ഡിസ്റ്റർബ് ആകും, ഓട്ടോമാറ്റിക്കായിട്ട് ആ വ്യക്തിയുടെ ചെവി ഡിസ്റ്റർബ് ആകും. അപ്പം മൂക്കിനൊരു ഡിസ്റ്റർബൻസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ കണ്ണിനും ഡിസ്റ്റർബൻസ് ഉണ്ടാവും, ചെവിക്കും ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കണ്ണ്, ചെവി, മൂക്ക് എല്ലാം ഡിസ്റ്റർബ്ഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് തലവേദനയുണ്ട് അല്ലെങ്കിൽ മൈഗ്രെയിൻ ഉണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല. കാരണം ഇത്രയും ഏരിയാസ് കംപ്ലയിൻസ് ഉണ്ട്. ആ കംപ്ലയിൻസ് കറക്റ്റ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ആ വ്യക്തിയുടെ മൈഗ്രെയിൻ അല്ലെങ്കിൽ തലവേദന മാറും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഇതിന് നിങ്ങൾ വാസ്തവത്തിൽ മരുന്ന് കഴിച്ച് മാറ്റേണ്ട അസുഖമല്ല. നിങ്ങൾ മറിച്ച് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് മൈഗ്രെയിൻ അല്ലെങ്കിൽ തലവേദന എന്ന് പറഞ്ഞ പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. നിങ്ങളുടെ എവിടെയാണ് പ്രോബ്ലം എന്നുള്ളത് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. നിങ്ങളുടെ കണ്ണിനാണോ പ്രോബ്ലം, അത് നിങ്ങൾ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. നിങ്ങളുടെ മൂക്കിനാണോ പ്രശ്നം, അത് ക്ലിയർ ചെയ്യുക. ചെവിക്കാണോ പ്രശ്നം, പല്ലിനാണോ പ്രശ്നം, ഇത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ആ പ്രോബ്ലം സോൾവ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ തലവേദന പിന്നീട് നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. ഇത് ഇങ്ങനെയാണ് ശരിക്കും മൈഗ്രെയിൻ അല്ലെങ്കിൽ തലവേദന എന്ന അസുഖത്തെ ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.